റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 44-ാമത്തെ നിയമം ഒരു മിറർ ഇഫക്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് നിങ്ങളുടെ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ പ്രവൃത്തികളും തന്ത്രങ്ങളും അതേപോലെ അനുകരിക്കുക എന്നതാണ്. നിങ്ങൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ അനുകരിക്കുമ്പോൾ അവർക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണാൻ കഴിയും. ഇത് അവരെ ഭയപ്പെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ആശയക്കുഴപ്പത്തിൽ അവർക്ക് തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ഈ തെറ്റുകൾ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒരു അവസരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന തത്വം ഒരു കണ്ണാടിയെപ്പോലെ പെരുമാറുക എന്നതാണ്. ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രതിബിംബം കാണുന്നു. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ എതിരാളിയുടെ പ്രവൃത്തികൾ അനുകരിക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം പ്രതിബിംബം കാണാൻ കഴിയും. ഇത് അവരെ ഭയപ്പെടുത്തും. നിങ്ങൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അനുകരിക്കുക. നിങ്ങളുടെ എതിരാളിയുടെ പ്രവൃത്തികൾ, സംസാരം, വസ്ത്രധാരണം എന്നിവയെല്ലാം അനുകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കുക. ആളുകൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയും. നിഗൂഢ നിലനിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആളുകളെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ പ്രവൃത്തികൾ അനുകരിക്കുക. 10 ഉദാഹരണങ്ങൾ. ചരിത്രം. റിച്ചാർഡ് ഒന്നാമനും ഫ്രഞ്ച് രാജാവും. റിച്ചാർഡ് ഒന്നാമൻ ഫ്രാൻസിനെ ആക്രമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് രാജാവിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. റിച്ചാർഡ് ഫ്രഞ്ച് രാജാവിനെപ്പോലെ സൈന്യത്തെ ആക്രമിച്ചു. ഈ അനുകരണം കാരണം ഫ്രഞ്ച് രാജാവിന് ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പം കാരണം റിച്ചാർഡിന് വിജയിക്കാൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ഹാരി വോൾഡ്മോർട്ടിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. ഹാരി വോൾഡ്മോർട്ടിനെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഈ അനുകരണം കാരണം വോൾഡ്മോർട്ടിന് ഹാരിയെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സൈന്യത്തെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പേർഷ്യൻ സൈന്യത്തിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. അലക്സാണ്ടർ പേർഷ്യൻ സൈന്യത്തെപ്പോലെ സൈന്യത്തെ ആക്രമിച്ചു. ഈ അനുകരണം കാരണം പേർഷ്യൻ സൈന്യത്തിന് ആശയക്കുഴപ്പമുണ്ടായി. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ബാറ്റമാനെ നേരിടാൻ ശ്രമിച്ചപ്പോൾ ജോക്കർ ബാറ്റമാന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. ജോക്കർ ബാറ്റമാനെപ്പോലെ ഒരു മാസ്ക് ധരിക്കുകയും ബാറ്റമാനെപ്പോലെ പെരുമാറുകയും ചെയ്തു. ഈ അനുകരണം കാരണം ബാറ്റമാന് ജോക്കറിനെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നന്ദ രാജാവിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. ചാണക്യൻ നന്ദ രാജാവിനെപ്പോലെ സൈന്യത്തെ ആക്രമിച്ചു. ഈ അനുകരണം കാരണം നന്ദ രാജാവിന് ആശയക്കുഴപ്പമുണ്ടായി. സിനിമ. ദി ഗോഡ്ഫാദർ. ഡോൺ കൊർലിയോൺ തന്റെ എതിരാളികളെ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അവരുടെ തന്ത്രങ്ങൾ അനുകരിച്ചു. ഡോൺ തന്റെ എതിരാളികളെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. ഈ അനുകരണം കാരണം എതിരാളികൾക്ക് ഡോണിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ റഷ്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹം റഷ്യൻ സൈന്യത്തിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. നെപ്പോളിയൻ റഷ്യൻ സൈന്യത്തെപ്പോലെ സൈന്യത്തെ ആക്രമിച്ചു. ഈ അനുകരണം കാരണം റഷ്യൻ സൈന്യത്തിന് ആശയക്കുഴപ്പമുണ്ടായി. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന കഥാപാത്രം ഗാൾഡ്രിയലിന്റെ തന്ത്രങ്ങൾ അനുകരിച്ചു. സാരുമാൻ ഗാൾഡ്രിയലിനെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. ഈ അനുകരണം കാരണം ഗാൾഡ്രിയലിന് സാരുമാനെ നേരിടാൻ കഴിഞ്ഞില്ല. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ നാസി ജർമ്മനിയെ നേരിട്ടപ്പോൾ അദ്ദേഹം നാസികളുടെ തന്ത്രങ്ങൾ അനുകരിച്ചു. ചർച്ചിൽ നാസികളെപ്പോലെ സൈന്യത്തെ ആക്രമിച്ചു. ഈ അനുകരണം കാരണം നാസികൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗംഗയുടെ തന്ത്രങ്ങൾ അനുകരിച്ചു. ഡോക്ടർ സണ്ണി ഗംഗയെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. ഈ അനുകരണം കാരണം ഗംഗയ്ക്ക് ഡോക്ടറെ വിശ്വസിക്കാൻ കഴിഞ്ഞു.